ഇടതുമുന്നണിയുടെ പുതിയ കൺവീനർ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. 1968 CPM അംഗമായതാണ്. 56 വർഷം. അങ്ങ് ഈ കൺവീനറായി എന്ന വാർത്ത വരുന്ന സമയത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇത്രയും വർഷത്തിൻ്റെ പാർട്ടി നടപടി നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് CPM പോലൊരു പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞും പറയാതെയൊക്കെ പോകേണ്ടി വരും, ഇങ്ങനെ ഒരു പാർട്ടി ലൈനിൽ മാത്രം സഞ്ചരിക്കാൻ അങ്ങേ കഴിഞ്ഞത്? അതാണ് പാർട്ടി. CPIM-ൽ പാർട്ടി മെമ്പർഷിപ്പിൽ നടപടിയില്ലാതെ തുടരുക എന്ന് പറയുന്നത് പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിരവധി ആളുകളുണ്ട്, എന്നെപ്പോലെ തന്നെയുള്ള നിരവധി സഖാക്കൾ പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിയിലെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നടപടിക്ക് വിധേയമാകുക എന്നുള്ളതല്ല, നടപടിക്ക് വിധേയമാകാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് പാർട്ടിയിലുള്ള ഒരു നില. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് പ്രധാനം. ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക, അതാണ് പാർട്ടിയിലൂടെ ഞങ്ങളെല്ലാം ശീലിച്ചിരിക്കുന്നത്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുക കാരണം EMS-നെയും നായനാരെയും അതുപോലെ VS-നും പിണറായിക്കും ഒക്കെ ഒരു ചുരുങ്ങിയ സമയത്തെങ്കിലും പാർട്ടിയിൽ നിന്ന് ചില താക്കീത് പോലുള്ള നടപടികളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സഖാക്കൾ പോലും അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രയും നാളാണ് ചോദിക്കുക? അത് അന്നത്തെ സാഹചര്യമാണ്. പാർട്ടി രൂപീകരണം മുതൽ വ്യത്യസ്ത ആശയ തലങ്ങളിലുള്ള സമരങ്ങളിലൂടെയാണ് CPM രൂപപ്പെട്ടത്. CPM രൂപപ്പെട്ടതിന് ശേഷം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള നിലപാടാണ് താങ്കളീ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും ചെയ്തിട്ടുള്ളത്. അവർ ശരിയുടെ കൂടെയാണ് സഞ്ചരിച്ചത്. അവർ പാർട്ടി നയം എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്നതിനുള്ള നേതൃത്വമാണ്, കരുത്തുറ്റ നേതൃത്വമായിട്ടാണ്, അത് ഐഡിയോളജിക്കലായാലും ടാക്റ്റിക്കലായാലും കരുത്തുറ്റ നേതൃത്വമായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഈ പാർട്ടിയിൽ ഇപ്പോഴും ഈ നിലയിൽ തുടരുന്നത്. സുശക്തമായൊരു മുന്നണിയാണ്. 8 വർഷം കഴിയുന്നു തുടർച്ചയായ ഭരണം. ഒരു തുടർഭരണത്തിലേക്ക് വരുന്നു. 11 പാർട്ടികൾ മുന്നണിയിലുണ്ട്. ചില പാർട്ടികൾ ഇപ്പോഴും മുന്നിലേക്ക് വരാൻ അവസരം കാത്തു നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ശക്തമായ സംവിധാനം ആണെങ്കിലും അങ്ങ് മുന്നണി കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്നത് അത്ര സുഖകരമല്ലാത്തൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. പറയാൻ കാരണം അങ്ങയുടെ മുൻഗാമി EP ജയരാജൻ, അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ പാർട്ടി ഒഴിവാക്കിയെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മുന്നണി കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുമ്പോഴുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പാർട്ടി തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം സ്വീകരിക്കുന്ന നിലപാട്. ഒരിക്കലും ഒരു നടപടിയുടെ ഭാഗമായി ജയരാജൻ ഒഴിവായതല്ല. പാർട്ടി ഇങ്ങനെ മാറി മാറി ചുമതലകൾ ഏൽപ്പിക്കാറുണ്ട്, തീരുമാനമെടുക്കാറുണ്ട്. ആ ഒരു ഗണത്തിലേ പെടുത്തേണ്ടതുണ്ട്. സഖാവ് ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അദ്ദേഹം ആ ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമുള്ള സാഹചര്യങ്ങൾ, അത് ഇത് വിവിധ പാർട്ടികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ വിവിധ പാർട്ടികളാണ്. ആ പാർട്ടികളെല്ലാം ഓരോ പാർട്ടിയും ഓരോ അഭിപ്രായമുള്ളവരാണ്. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികൾക്കുമുള്ള അംഗീകാരം തുടരേണ്ടതുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഒരു ഏകോപനം എന്നുള്ള നിലയ്ക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഈ ഐക്യം പറയുമ്പോഴും INL പ്രശ്നങ്ങളുണ്ട്. INL-ന്റെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആരാണ് യഥാർത്ഥ INL? അതുപോലെ ഇപ്പോൾ NCP-യിലെ മന്ത്രി AK ശശീന്ദ്രനാണ് കഴിഞ്ഞ ടൈമിൽ ഇപ്പോഴും അവരുടെ മന്ത്രി. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തോളമായി ശശീന്ദ്രൻ്റെ കാലാവധി കഴിയുന്നു, പകരം തോമസ് തോമസിന് വരണം. അങ്ങനെ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം കണ്ട് അവരുടെ നേതാവ് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ മന്ത്രിയെ മാറ്റണ ആവശ്യമൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങയുടെ ശ്രദ്ധ വന്നിട്ടുണ്ടോ? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇവിടെ മുന്നണിക്കകത്ത് രാഷ്ട്രീയ പാർട്ടികളാകുമ്പം അവരുടേതായ ചില നിലപാടുകളൊക്കെ ഉണ്ടാവും, ഇന്നർ പ്രശ്നങ്ങളുണ്ടാവും. INL അതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. INL ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടക പാർട്ടിയാണ്. INL-ലുള്ള തർക്കങ്ങൾ അവർ പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തു വന്നിട്ടുള്ളൊരു നിലപാട്. അങ്ങനെ ആ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി അവർ നിൽക്കണം, അങ്ങനെ യോജിച്ച് മുമ്പോട്ട് പോകണം. ഒരിക്കലും 2 INL എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല.
കേരള കോൺഗ്രസ് 3-4 ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് നമുക്ക് പോകുന്നത് കേരള രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല. INL-നെ യോജിപ്പിച്ച് മുന്നണിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. NCP-യിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഭിന്നത വന്നു കഴിഞ്ഞിട്ടില്ല. പാർട്ടി എന്നുള്ള നിലയ്ക്കൊരു ഭിന്നത വന്നു കഴിഞ്ഞിട്ടില്ല. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളുണ്ടാകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ അങ്ങനെ ഒരു മന്ത്രി മാറ്റത്തെക്കുറിച്ചുള്ള പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല. വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആലോചിച്ച് ഒരു മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അത് പാർട്ടി തന്നെയാണ്, അതത് പാർട്ടി തന്നെയാണ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള മന്ത്രിയെ മാറ്റേണ്ട ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ മുന്നണി അതിൻ്റെ നിലപാട് വ്യക്തമാക്കി പറയുകയും ചെയ്യും. JDS-ലും പ്രശ്നങ്ങളുണ്ട്. JDS-ൻ്റെ ദേശീയ അധ്യക്ഷൻ BJP-ക്കൊപ്പമാണ്. അതെങ്ങനെയാണ് അവിടെ BJP-ക്കൊപ്പം ഇവിടെ? അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരളത്തിലെടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവരോടുള്ള സമീപനം. അവർ ദേശീയ തലത്തിൽ വേറൊരു നിലപാട്, അത് അവരുടെ പാർട്ടീൻ്റെ കാര്യമാണ്. ഇവിടെ മുന്നണിയിലുള്ള പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കുന്നുണ്ടോ, അതാണ് ഇവിടെ ഞങ്ങൾ മുമ്പുള്ള പരിഗണന. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് തുടരാം, അത്രേ എൻ്റെ പ്രശ്നമുള്ളൂ. രണ്ട് നിലപാട് അവർ സ്വീകരിക്കുന്നത് അത് അവരുടെ പാർട്ടിയിലുള്ള കാര്യമാണ്, മുന്നണിയായി ബന്ധപ്പെടുന്നതല്ലത്. ഇന്നലെ ആളുകൾ നോക്കുമ്പോഴേ ദേവഗൗഡ അവിടെ നരേന്ദ്രമോദിക്കൊപ്പം ഇരിക്കുന്നു, ഇവിടുത്തെ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയൊക്കെ വന്നിട്ട് ഇവിടെ പിണറായി വിജയനൊപ്പം ഇരിക്കുന്നു. അതൊരു വൈരുദ്ധ്യമില്ലേ അതിൽ? ആ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം അവരാണ് പരിഹരിക്കേണ്ടത്. ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പറയും. ഇത് ഈ പറഞ്ഞ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗം, ഒരു പ്രതിപക്ഷമൊക്കെ നേരത്തെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമാണത്. അത് അവർ തന്നെയാണത് പരിശോധിക്കേണ്ടത്. അവർ ഒരു ശരിയായ നിലപാടെടുത്ത് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മുന്നണിയൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല. നേരത്തെ EP ജയരാജൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പല നാവുപിഴകളും അല്ലെങ്കിൽ അതിന് പല പ്രസ്താവനകളും പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് വിജയരാഘവൻ അദ്ദേഹവും പലപ്പോഴും വാക്കുകൾ അദ്ദേഹത്തിനും തിരിച്ചടിയായിട്ട് പാർട്ടിക്ക് മുന്നണിക്ക് പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും അതേ സ്ഥാനത്തേക്ക് വരുന്ന ആളാണ്. അപ്പോൾ അതിലൊരു സൂക്ഷ്മത അത് മുന്നണിയുടെയോ മുന്നണി ചുമതലേൻ്റെ ഒന്നും ഭാഗമായിട്ട് വരുന്ന സംഗതി അല്ലത്. ചിലപ്പോൾ അത് ആരായാലും എനിക്കും ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പം മനുഷ്യനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാക്കിൽ ചിലപ്പോൾ സ്ലിപ്പ് വരാം. അത് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക, അതെല്ലാവരും കരുതുക, അതേ കാര്യമുള്ളൂ. വേറെ ഒന്നും കാര്യം. വിജയരാഘവനെ പറ്റി നിങ്ങൾ പറയുന്ന ഒരു പ്രസംഗത്തിലുള്ള ഒരു പരാമർശത്തെക്കുറിച്ചാണ്, ഒരു പ്രസംഗത്തിൽ വന്നൊരു പരാമർശത്തെ സംബന്ധിച്ചാണ്. അതിൽ വേറെ ഒരു പാർട്ടിയുടെ ഒരു നയവ്യതിയാനായിട്ടൊന്നും അതിനെ കാണേണ്ടതില്ല. മറ്റേത് പിന്നെ BJP ആയിട്ടുള്ള ബന്ധപ്പെട്ട ജാവ്ദേക്കർ സഖാവ് EP ജയരാജനെ വന്ന് കണ്ടതാണ്. ജയരാജൻ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയതല്ല. അതും അന്ന് കണ്ടപ്പോൾ ഒരു രാഷ്ട്രീയ ഡിസ്കഷൻ അവർ നടത്തിയിട്ടില്ല. അത് അപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത്തരം ഒരു നിലപാടിനോടുള്ള CPM-ൻ്റെ സമീപനമെന്ന് മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരിച്ച് വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതൊരു വേറെ ഒരു റീ ഓപ്പനിങ്ങിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അല്ല. ജാവ്ദേക്കർ അങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് കണ്ടെങ്കിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുമോ, പാർട്ടി അറിയിക്കുമോ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുമോ? അതാണ് ജാവ്ദേക്കർ എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ സാധാരണ നിലയിൽ ആരും കാണാനൊന്നും വരാറില്ല. ചിലപ്പോൾ വന്ന് കണ്ടുകൊണ്ട് ഒരു പ്രയോജനം വരാനുള്ള സാധ്യത കൂടും. അപ്പം എന്നെ കണ്ടാൽ പിന്നെ ആർക്കും വരാമല്ലോ, ആർക്കും വന്ന് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് പറയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാൾ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. ആ രീതി എല്ലാവരും തുറന്നൊന്നുമില്ല. എൻ്റെ രീതി അതാണ്. ആ രീതിക്കനുസരിച്ചുള്ള സമീപനമാണ് ഞാൻ എടുക്കുന്നത്. അത് പറയാത്തതാണ് EP ജയരാജനെ പറ്റിയ വീഴ്ച എന്നല്ലേ? അല്ല, ഞാൻ പറയാം, ജാവ്ദേക്കറെ കണ്ടത് ഒരു പ്രശ്നമായിട്ട് ഇപ്പം പാർട്ടിയുടെ മുമ്പിലില്ല. അത് അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. അദ്ദേഹം ഒന്നും പങ്കെടുത്തിട്ടില്ല. അതുപോട്ടെ, അതായത് അദ്ദേഹം പാർട്ടിയായിട്ട് ഒരു മാനസികമായിട്ട് അകലുന്നു എന്ന് നമുക്ക് വിലയിരുത്തുന്നവർക്ക് അല്ലെങ്കിൽ ആരോപിക്കുന്നവർക്കെന്ന് പറയാം. തോന്നിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ്. അങ്ങും EP-യും ഒക്കെ ആദ്യ പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു. വളരെ പ്രഗത്ഭരായ മന്ത്രിമാർ, നല്ല മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ 2 വകുപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങയുടെ ഉൾപ്പെടെ KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നു. അത്തരം ആളുകളെയൊക്കെ ഒറ്റയടിക്ക് മാറ്റിക്കൊണ്ട് ചിലരൊന്നും മത്സരിച്ചില്ല, ചിലർ മത്സരിച്ചത് അങ്ങേയും KK ശൈലജ പോലുള്ളവരൊക്കെ തന്നെ മത്സരിക്കുകയും മന്ത്രിസ്ഥാനത്ത് മാറ്റപ്പെടുകയും ചെയ്തു. അത് അന്നൊരു ശരിയായ തീരുമാനമായിരുന്നു. കാരണം ഒരു ഇൻഎക്സ്പീരിയൻസ് എന്നുള്ളത് ഇപ്പോഴത്തെ മന്ത്രിസഭയെ ഇപ്പോഴും അങ്ങനെ ഉണ്ട് എന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. ഞങ്ങളുടെ പാർട്ടി
ഈ പാർലമെൻ്ററി സ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുണ്ട്. ഇലക്ഷൻ ഘട്ടത്തിൽ നമ്മളെ പാർട്ടി തീരുമാനിച്ചിരുന്നത്, അതിന് മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്, 2 തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ചവർക്ക് തുടർന്ന് സീറ്റ് നൽകേണ്ടതില്ല. ഞാൻ സ്ഥാനാർത്ഥിയത് അതിൻ്റെ ആ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ 3ാമത്തെ തവണയാണ് മത്സരിച്ചത്. 2001-2006 വർഷങ്ങളിൽ ഞാൻ MLA ആയിരുന്നു. പിന്നെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി കോഴിക്കോട്. പിന്നെ ഞാൻ മത്സരിച്ചിട്ടില്ല. പിന്നെ മത്സരിക്കുന്നത് 2016 പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അന്ന് 2016 പിന്നെ ഞാൻ 2ാമത്തെ ചാൻസാണ് എനിക്ക് ശരിക്ക്, തുടർച്ചയല്ല. 2021 ആലോചിക്കുന്ന സമയത്ത് തുടർച്ചയായി 2 ടേമിൽ ഞാനായിട്ടില്ല. എൻ്റെയും ശൈല ടീച്ചറെ അന്ന് പഴയ MLA മാരൊക്കെ ആ കണ്ടീഷൻ്റെ പുറത്താണ്, ആ ഒരു വ്യവസ്ഥേൻ്റെ അത് ലംഘിച്ചുകൊണ്ടല്ല. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചത്. മന്ത്രിമാർ എല്ലാവരും, മുഖ്യമന്ത്രി ഒഴിച്ചുള്ള എല്ലാ മന്ത്രിമാരും മാറിയതാണ്. അതൊരു പുതിയൊരു ടീം വരട്ടെ എന്നുള്ള പാർട്ടി നിലപാടിൻ്റെ ഭാഗമാണ്. ഒരേ ആളുകൾ തന്നെ തുടരുക എന്നുള്ളതല്ല, പുതിയ ടീം വരണം, അവർക്ക് എക്സ്പീരിയൻസ് വേണം, അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ഒരു തകരാറുമില്ല എന്നുള്ളത് തന്നെയാണ്. മന്ത്രിമാരെല്ലാം നല്ല നിലയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്, എടുത്ത തീരുമാനം തെറ്റിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. അന്ന് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? കാരണം വീണ്ടും മന്ത്രിയാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? പൊതുവിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അല്ല, ഇല്ല, എനിക്കില്ല. വേറെ ആരെങ്കിലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പറയാലോ മന്ത്രിയാവുന്നോ ഇല്ല എന്നൊക്കെ. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കൊരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരണമെന്ന് പ്രതീക്ഷിച്ച ആളുമല്ല. മന്ത്രി എന്നുള്ളതൊക്കെ ഞാൻ CPM-ൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഇടയ്ക്കൊന്ന് അവധിയെടുത്ത് മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കുറച്ചാൾ മാറി നിന്നു. ഞാൻ അവധിയെടുത്തിട്ട് മാറി നിന്നിട്ടില്ല. ഞാൻ മാറി നിന്നത് ആകെ, ഞാൻ ചൈനയിൽ പോയിരുന്നു ഒരു 10 ദിവസം. അപ്പം വേറെ സഖാവിന് ചാർജ് കൊടുത്തു. അത് സാധാരണ നിലയിൽ അങ്ങനെ ചെയ്യാറ്, മാറി നിന്നതല്ല. അത് TP വധവുമായി ബന്ധപ്പെട്ട ആ ടൈമാണ്. അങ്ങനെ അതും അങ്ങേക്ക് മാനസിക വിഷമം ഉണ്ടായിരുന്നു ഈ അന്ന് സംഭവിച്ചില്ല, TP അങ്ങോട്ടുള്ള ബന്ധമൊക്കെ വെച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മാറിയെന്നാണോ? ഞാനത് ചെയ്തൊരു കാര്യം, TP ചന്ദ്രശേഖരൻ്റെ വധം CPM ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ല അത്. അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്ന് പാർട്ടീൻ്റെ അഭിപ്രായം അതാണ്. ആ സംഭവം ശരിയായില്ല എന്നാണ് പാർട്ടി അഭിപ്രായം പറഞ്ഞത്. പിന്നെ അതാണ് എൻ്റെ നിലപാട്. അങ്ങനെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധക്കാര്യത്തിൽ എനിക്ക് ആ പീരീഡിൽ ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റുമോ? അതേപോലെ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒഴിയണം? അങ്ങനെയില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചൈനയിൽ പോകണമെന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായ ഒരു രാജ്യമാണത്. ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളത് വളരെ ചെറുപ്പം മുതൽക്ക് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ CPM-ൻ്റെ 20ാം പാർട്ടി കോൺഗ്രസ് വളരെ വിജയകരമായി കോഴിക്കോട്ട് നടത്തി. പിന്നീട് ഞാൻ പാർട്ടിയിൽ അനുവാദം ചോദിച്ചു, ഞാനിങ്ങനെ ചൈനയിൽ പോകണം. ഒരു ടൂറിസ്റ്റ് ടീമിലാണ് ഞാൻ പോയത്. അങ്ങനെയാണ്, ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയാണ്, വേറെ യാത്രയൊന്നുമല്ല. പാർട്ടിയിൽ നിന്ന് എനിക്ക് അനുവാദം തന്നു പോകാൻ, കോഴിക്കോട് നിന്ന് അനുവാദം തന്നു. ഞാൻ പോകുമ്പോൾ അന്ന് CPM-ൻ്റെ അവിടെ ജില്ലാ സെക്രട്ടറിയെ ചുമതല ഏൽപ്പിച്ചത് M. ഭാസ്കരനാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ സംഭവം ഉണ്ടായിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഞാനന്ന് പോയത് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെയാണ് അന്തരീക്ഷങ്ങളൊക്കെ മാറിയത്. പിന്നെ ഞങ്ങളെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കേസെടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ചൈന യാത്ര ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയൊന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മീഡിയയിലൊക്കെ പല രീതിയിലും എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ത്യ വിട്ട് പോയിട്ടില്ല എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഞാനതൊന്നും എനിക്കൊരു തരത്തിലുള്ള, ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഞാൻ ആദ്യം വന്നത്. അപ്പം തന്നെ ഞാൻ ചുമതല എടുത്തു. അത് ഈ ഘട്ടത്തിലാണ് ഞാൻ ചുമതല എടുത്തതിന് ശേഷമാണ് പിന്നെ CH സോനെ അറസ്റ്റ് ചെയ്യുന്നത്, മോഹൻ മാഷ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. മോഹൻ മാഷൊക്കെ എൻ്റെ കൂടെയുള്ളപ്പോൾ മോഹൻ മാഷ് അറസ്റ്റ് ചെയ്തത്. അത് ഞാനും പോലീസൊക്കെ ആയിട്ട് വലിയ വാഗ്വാദം ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ. അപ്പോൾ അത് ആ ബന്ധവും ഇത്തരം വിഷയങ്ങളായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും ഈ TP വധത്തിൻ്റെ പേരിൽ CPM ഒരു പ്രതിസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. പാർട്ടിയിൽപ്പെട്ട
ചിലർ ഉണ്ടാവുകയും അവരെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി. പക്ഷെ അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അവരെ സംരക്ഷിച്ചിട്ടില്ല. പല പ്രതികളുടെയും ഇല്ല കുടുംബങ്ങളെ ഇല്ല ജോലി കൊടുക്കുകയും ഇല്ല അങ്ങനെ കൂടുതൽ അവർക്ക് ഈ ശിക്ഷാ ഇളവിന് വരെ അവരെ അല്ല, ആര് കുറ്റം ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതെല്ലാം നോക്കിയിട്ടാണ് ചെയ്തത്. ഇപ്പോഴും CPM-നെയും സർക്കാരിനെയൊക്കെ വലിയ രീതിയിൽ ഞങ്ങളുടെ ഭാഷയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് PV അൻവറിൻ്റെ ഒരു ഇടപെടൽ. വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ ഇടപെടൽ. അദ്ദേഹം ഭരണകക്ഷി MLA ആണ്. നിയമസഭയ്ക്കകത്തും പുറത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ CPM-ന് വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ശരിക്കും ഈ സർക്കാരിനെയും CPM-നെ അല്ലേ പ്രതിസന്ധിയിലാക്കുന്നത്? ഇല്ല, സർക്കാരിനും CPM-നും അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിസന്ധി വരാൻ പോകുന്നില്ല. ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അയാൾക്ക് നേരിട്ട് ഉന്നയിക്കാമായിരുന്നു, അയാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തെളിവ് ശേഖരിക്കുന്ന ജോലിയിലാണ്, കഠിനമായിട്ട് രാവും പകലും ഒക്കെ നിന്നുകൊണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു, അതാണല്ലോ ഇപ്പോൾ അടിസ്ഥാനം. അതെ, ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ് തലത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് ഈ പരാതി ശരിയാണെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഈ പരാതിക്ക് അടിസ്ഥാനമായി നിൽക്കുന്നുണ്ടെങ്കിൽ കർശനമായ നിലപാട്, നടപടികൾ ഈ പ്രശ്നങ്ങളിലെല്ലാം സ്വീകരിക്കുക. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് തുടരണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. പാർട്ടിയുടെ നിലപാടും അത് തന്നെയാണ്. ഇത് പരിശോധിച്ച് എന്താണ് വസ്തുത എന്നുള്ളത് കണ്ടെത്തണം. ആ നിലപാടിലാണ് ഇപ്പോൾ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും CPM-നെ അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിസന്ധിയിലേക്ക് അത് ഒരു കാരണവശാലും എത്തിക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കരുത്തോടുകൂടി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. തെറ്റിനെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തി മുമ്പോട്ട് പോകാൻ കഴിയും. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞാൽ സഖാവാണ്, ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയും സർക്കാരിനെ CPM-നെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നില്ലല്ലോ. അദ്ദേഹത്തെ അവിടെ ഒരു വീഴ്ച അദ്ദേഹത്തിന്. അത് അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടാണ്. അദ്ദേഹം ഒരു പാർട്ടി അംഗമൊന്നുമല്ല. CPM-ൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് അദ്ദേഹത്തിനില്ല. അപ്പം അത് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആ പരാതിയിൽ അദ്ദേഹം പുറത്തു പറഞ്ഞതിലും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിയും കൊടുത്തതിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന P. ശശി എന്ന CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പരാതി ഉണ്ടെന്നാണ്. ആ പരാതി അദ്ദേഹത്തിൻ്റെ മേലെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അന്വേഷിച്ചെടുക്കും. ശശിയുടെ പേരിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതിയിലുണ്ടെങ്കിൽ തീർച്ചയായും ശശീൻ്റെ നിലപാടിനെക്കുറിച്ചും പരിശോധിക്കും. പക്ഷെ അങ്ങനെ വന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പാർട്ടിക്കും പരാതി തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, പാർട്ടി പരാതി ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. പാർട്ടി പരാതി സ്വാഭാവികമായിട്ട് അതിൻ്റെ കോപ്പി ആയിരിക്കും പാർട്ടി കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കും. ഇതിൽ പാർട്ടിയും ഗവൺമെൻറ്റും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരേ നിലപാടാണ്. അത് അൻവറിനും ബോധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളത്. പാർട്ടിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ച് തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നിലപാടെടുത്ത് മുമ്പോട്ട് പോകും. അത് തന്നെയാണ് നമ്മളെ നിലപാട്. പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ വരേണ്ടത്. അപ്പോൾ അത് വരുമ്പോൾ നോക്കാം. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയാളല്ല, പാർട്ടി ആക്കിയതാണെന്നൊക്കെ ഒരു എല്ലാവരും സംഗതി തന്നെയാണ്. എല്ലാവരും സ്ഥിതി ഞങ്ങളൊക്കെ ഓരോ ഈ പൊസിഷനിലേക്കൊക്കെ എത്തിയത് ഇങ്ങനെ ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പാർട്ടിയിലുള്ള ഏതൊരാളും അങ്ങനെ വന്ന് ചുമതലയേൽക്കുന്ന നിലയിലേക്ക് എത്തിയവർ തന്നെയാണ്. അതിൽ പിന്നെ എന്തെന്നാ ഒരു പ്രത്യേകത. CPM-ൻ്റെ ആളുകളെല്ലാം അങ്ങനെ വന്നവർ തന്നെയാണ്. അതുകൊണ്ട് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്തരത്തിലുള്ള ശശിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയാനും അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കാനും ഒക്കെ ഒരു സംസ്ഥാന സമിതി അംഗത്തിന് കഴിയും പിണറായി വിജയൻ മുഖ്യമന്ത്രി? കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇതിനെല്ലാം കരുത്തുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ട്. അപ്പം ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ചുമതല നിറവേറ്റാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും അദ്ദേഹം അനുവദിക്കില്ല. അതിൽ ഉറച്ച നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. തുടർന്നും ആ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ചില വ്യാഖ്യാനങ്ങൾ വിലയിരുത്തൽ വരുന്നത് ഈ ഇപ്പോഴത്തെ നീക്കങ്ങൾ, അൻവറിൻ്റെ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു തിരുത്തൽ നീക്കമാണ്. നേരത്തെയൊക്കെ CPM-ൽ പലപ്പോഴും വിഭാഗീയത രൂപത്തിലും അല്ലാതെയൊക്കെ ഇത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകാറുണ്ട്.
അത്തരം നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴും അസംതൃപ്തരായ ഒരു പറ്റം നേതാക്കൾ പാർട്ടിക്കുള്ളിലുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു നീക്കമാണ്. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടാകാൻ? അത് ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്തല്ലേ പ്രകടമാകേണ്ടത്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നം പ്രകടമായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടിക്കകത്ത് നിങ്ങൾ പറഞ്ഞ പാർട്ടിയിൽ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് പാർട്ടിക്കകത്തു നിന്ന് വന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് പാർട്ടി വളരെ ഏകീകരിച്ച നിലയിൽ മുമ്പോട്ട് പോവുകയാണ്. ഒരു വിഭാഗീയതയുടെയും പ്രശ്നം ഇപ്പം പാർട്ടിയിലില്ല. ഇപ്പോൾ ഈ അൻവറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് രൂപപ്പെട്ട് വന്ന പ്രശ്നമാണെന്നുള്ളത് അത് ശരിയല്ല. അങ്ങനെ പാർട്ടിക്കകത്ത് അത്തരം ഒരു വിഷയം ആ രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല, അതാണ് വസ്തുത. കാരണം സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരു അജണ്ട നിശ്ചയിച്ച് നിങ്ങളിത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും പോലെയുള്ളത് ഒരു നീക്കമായാണ് അതിനെ വിലയിരുത്തുന്നത്. മാധ്യമങ്ങൾ നിശ്ചയിക്കല്ലേ, മാധ്യമങ്ങൾ നിശ്ചയിച്ച അജണ്ടക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് CPM ഉണ്ടാവും. മാധ്യമങ്ങൾ അവരുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. അത് അവിടെ സ്വാതന്ത്ര്യത്തിലോ അവരുടെ നിലപാടിലൊന്നും ഞങ്ങൾക്കുള്ള വിമർശനം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാമെന്നല്ലാതെ ഒരിക്കലും മാധ്യമങ്ങളെ ആ രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിക്കുകയാണ്, അതാണ് ഇതിനകത്തൊക്കെ ഉയർന്നു വരുന്ന പ്രശ്നം. ആ അജണ്ടക്കനുസരിച്ച് മുമ്പോട്ട് പോകുന്ന പാർട്ടിയല്ല CPM എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലാവ്ലിൻ കേസിൽ പിണറായിക്ക് ഇങ്ങനെ കാണാൻ കഴിയുമോ? തെറ്റ് ചെയ്തില്ല എന്നുള്ളതാണല്ലോ, ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കേരള രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയനെ വേട്ടയാടിയതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വേട്ടയാടലിന് വിധേയമായിട്ടുണ്ടാകും. അതിനെ അതിജീവിച്ച് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തെ മാത്രം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാകെ തകർക്കുക എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ എടുത്തല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അപ്പോൾ അതാണ് മുമ്പോട്ട് പോകുന്നത്. അത് ആ നിലയിൽ തന്നെ മുമ്പോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത്. ആ പിണറായി ചോദ്യം ചെയ്യപ്പെടുകയാണ്, പാർട്ടിയിലൊരു മാറ്റം വരികയാണെന്നാണ് പൊതുവിലുള്ളൊരു അത് പിന്നെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന, നിങ്ങൾ മീഡിയസ് എല്ലാം ചേർന്നിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. അങ്ങനെ അല്ല, യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പം പാർട്ടിയിലില്ല. അത് ആ നിലയിൽ തന്നെ ആരെയും ചോദ്യം ചെയ്യപ്പെടില്ല എന്നല്ല. ഈ പാർട്ടിക്കകത്തുള്ള ഒരു ഇന്നർ ഡെമോക്രസി ഉണ്ട്, ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യം പാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആരെ പേര് തെറ്റുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാണിച്ച് പരിഹാരം ഉണ്ടാക്കാം. ആ നിലപാടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി, ഈ തൃശ്ശൂർ പൂരം കലക്കിയത് CPM-ഉം പോലീസും ചേർന്നാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. CPIക്ക് ഒരു സംശയമുണ്ട്. CPM-ഉം RSS-ഉം പോലീസും ചർച്ച ചെയ്യുന്നവർ പറയുന്നില്ല, പക്ഷേ അതൊരു സംശയം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അല്ല, ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ, അദ്ദേഹം ദീർഘകാലം കോഴിക്കോട്ടുണ്ടായിരുന്ന ആളാണ്. ഞാനും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ള ഒരു പാർട്ടി നേതാവാണ് ബിനോയ് വിശ്വൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ CPM-നെ സംശയിക്കുന്നുണ്ടോ എന്ന് ആരോ ചോദിച്ചപ്പോൾ CPM-നെ സംശയിക്കുന്നില്ല. CPM-ഉം RSS-ഉമായി ചർച്ച നടത്തിയിട്ടുണ്ട്, സംശയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതെ, അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPI ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിൽ CPM-നെ സംശയിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനരഹിതമാണ്. ഇനിയിപ്പം അവിടെ ഈ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പഴയ മന്ത്രി സുനിൽകുമാർ പരാതി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പരാതി സമർപ്പിച്ചതിന് തീർച്ചയായിട്ടും അത് പരിശോധിച്ചിട്ട് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് കണ്ടെത്തി നിലപാടുകൾ സ്വീകരിക്കും. CPM-ന് അക്കാര്യത്തിലൊരു വേവരാതിയില്ല, CPM അതിലൊരു റോള് വഹിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് CPM-ന് അക്കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ മുന്നണിയുടെ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി CPM മുന്നോട്ട് വച്ചിരുന്നു. മുന്നണി സംവിധാനത്തിൽ അന്വേഷണം വേണം, അവിടെ എന്താ അത്തരം കാര്യങ്ങളൊക്കെ സാധാരണയിൽ മുന്നണി അന്വേഷിക്കുക എന്നുള്ളൊരു നിലപാട് സാധാരണ സ്വീകരിക്കാറില്ല. അതെല്ലാം പാർട്ടി തലത്തിലാണ് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കുന്നത്. പോലീസുകാരൊക്കെ ഇങ്ങനെ ഉദ്യോഗസ്ഥരാണ്, വരുമ്പം വരട്ടെ. ഞങ്ങളിപ്പോൾ 11-ാം തീയതി മുന്നണി യോഗം ചേരുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഉള്ള യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ പൊതുവേ ഞങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാകത്തക്ക നിലയിൽ തന്നെ, ഒരു നിരാശ ഉണ്ടാകാത്ത നിലയിൽ തന്നെ മുന്നണി സംവിധാനത്തെ പ്രവർത്തിപ്പിക്കാനാണ് സാധാരണ നിലയിൽ ഞങ്ങൾ കൂട്ടായി ശ്രമിക്കുക കാര്യത്തിൽ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ അങ്ങേക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. താങ്ക് യു.